വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അയിനിക്കാട് പയ്യോളിയിലാണ്. അപ്പം നമ്മളിന്ന് മൂരാട് മുതൽ പയ്യോളി വരെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ പയ്യോളിയിൽ കുറച്ച് വർക്ക് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പയ്യോളി അയിനിക്കാട് ഭാഗത്തും വടകരയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് രാത്രി പയ്യോളി ഭാഗങ്ങളിലൊക്കെ ഗേഡർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള ഗേഡർ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അധികം വലിച്ചില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഓരോ ആളുകളും വാച്ച് ചെയ്യുന്ന ഓരോ ആളുകളും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബിൽ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് സൂപ്പർ താങ്ക്സ്, ഹൈപ്പ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് പരീക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നല്ല, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ലേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളെ ഭാഗത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകും. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടാതെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. കാണുന്ന ഗേഡറുണ്ടല്ലോ, എക്സ്പാൻഡഡ് ബീമുകൾ, ഇതൊക്കെ നമ്മളെ പയ്യോളി ഭാഗത്തുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് നമ്മളെ എന്താണ് ഇതിന് പറയുക, പുള്ളർ മെഷീനിലെ ആക്സിലിൻ്റെ മുകളിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ ഒക്കെ വെയിറ്റ് കൊണ്ട് ടയർ കാറ്റൊക്കെ കുറഞ്ഞതുപോലെ ഉണ്ട്, പതിഞ്ഞ് കിടക്കാം. ഇപ്പോൾ ഇത്രയും ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പയ്യോളി ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് മക്കളെ. അപ്പോൾ നമ്മളെ കൃപാ ക്രെയിനാണ്, ഹരിയാനയുടെ കൃപാ ക്രെയിനാണ്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ, ഈ മെഷീൻ്റെ മുകളിൽ, ആക്സലിൻ്റെ മുകളിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പുള്ളർ മെഷീൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് കാണുന്നതാണ് പുള്ളർ മെഷീൻ. അതാണ് പുള്ളർ മെഷീൻ. ഇപ്പോൾ നമ്മൾ ഓയിൽ മില്ല് ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓയിൽ മില്ല് നമ്മളെ അപ്രോച്ച് റോഡാണ്. അപ്പോൾ മൂരാട് ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള അപ്രോച്ച് റോഡാണ്. ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് 6 വരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്താണ് ടാറിങ് ചെയ്യാൻ ബാക്കിയുള്ളത്. മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാള് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ടാറിങ് ചെയ്യാനുമുള്ള ഫ്രിക്ഷൻ വാൾ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യാനുള്ള വർക്കാണ് ഈ ഒരു ഭാഗത്ത് ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു കൾവേർട്ട് വരുന്നുണ്ട്. അതായത് ഡ്രൈനേജ് പോലുള്ള റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു 6 വരിയുടെ ആ സെൻറ്ററിൽ കുറച്ച് ഭാഗത്താണ് അവിടെ കോൺക്രീറ്റിങ് നടക്കാനുണ്ട്. കോൺക്രീറ്റ് നടന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് അടുത്ത ടാറിങ് നടക്കും. അപ്പോൾ ആ ഒരു ടാറിങ്ങിൻ്റെ പ്രവർത്തനമാണ്, ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്, നേരത്തെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ നേരെ അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങൂൽ പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ നേരത്തെ മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ട് പോകാനായിരുന്നു തീരുമാനിച്ചത്, റോഡ് താഴ്ത്താനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇതിനടിയിൽ അതിശക്തമായ ഇരിങ്ങൽ പാറയുടെ അവശിഷ്ടങ്ങളുള്ളതുകൊണ്ട്, ഇരിങ്ങൽ പാറയൊക്കെ ഉള്ളതുകൊണ്ട് താഴ്ത്തൽ പ്രാവർത്തികമല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ മണ്ണടിച്ച് ഉയർത്തിയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മാങ്ങൂൽ പാറ കഴിഞ്ഞ് ഇരിങ്ങൽ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ ഒരുപാട് എക്സ്പാൻഡഡ് ബീമുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല, ഗേഡറുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മളെ വടകര എലിവേറ്റഡ് ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പാൻഡഡ് ബീമുകളാണ്. ഇവിടെ ഒരുപാട് എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പോൾ 6 വരിയുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു 6 വരി സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഗേഡർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ട്രാഫിക് ബ്ലോക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. പയ്യോളി ഭാഗത്ത് ഈ വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ കുറച്ചൊക്കെ കുറവുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പയ്യോളി ഭാഗത്ത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനും ഈ ഒരു റോഡ് കംപ്ലീറ്റ് 6 വരിയുടെ കോലം കണ്ടോ നിങ്ങൾ, ടാറ് ചെയ്തതിന് ശേഷം ഗേഡർ കോൺക്രീറ്റ് ചെയ്തിട്ട് പല ഗേഡറുകളും ഓൾറെഡി ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ഗേഡറുകൾ ഇപ്പോൾ പയ്യോളി ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് പയ്യോളി ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ കുറച്ച് വർക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പുതിയ 4 പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് ആ 4 പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗേഡറുകളാണിപ്പോൾ നമ്മളെ ഈ ഒരു സ്റ്റാക്കറിൻ്റെ മുകളിൽ, സ്റ്റാക്കറല്ല നമ്മളെ
ഈ പുള്ളർ മെഷീനും ആക്സലിൻ്റെ മുകളിലൊക്കെ ഗേഡർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ഈ ഭാഗത്ത് നിന്ന് ഗേഡർ നമ്മളെ പയ്യോളി ഭാഗത്തേക്ക് നീക്കം ചെയ്യും. ഒരു ദിവസം മാക്സിമം 4-5 ഗേഡറുകൾ അത്രയേ നീക്കം ചെയ്യുള്ളൂ, അത്രയേ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അയിനിക്കാട് ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു. നേരത്തെ ഒരുപാട് സമരം ചെയ്തു, അതിനുശേഷം കിട്ടിയ ഒരു അണ്ടർ പാസേജാണ്. സത്യത്തിൽ വളരെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ്. ഒരു ഹെവി വെഹിക്കിൾസിനൊന്നും പോകാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ കുടുങ്ങിയിട്ടുള്ള ഒരു അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാൾ ലെവലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രിക്ഷൻ വാളും അതിൻ്റെ മുകളിൽ താറിങ്ങും ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ളത്. ഇത് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളെ മൂരാട് മുതൽ പയ്യോളി വരെ സഞ്ചരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാവില്ല ഈ ഒരു പുതിയ 6 വരിയിൽ. ഇപ്പോൾ തന്നെ നിലവിൽ അത്യാവശ്യം ബൈക്കുകളൊക്കെ നമ്മൾ ഈ 6 വരിയിലൂടെ സർവീസ് റോഡിലൂടെ കയറാതെ ഈ 6 വരിയിലൂടെയൊക്കെ കയറി പോകാം. നേരത്തെ നമ്മൾ ഒരു ലിമിറ്റഡ് ബസ് പോകുന്നത് കണ്ടു. അതുകൊണ്ട് ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് കാരണം നേരെ അങ്ങ് വെച്ച് പിടിച്ചതാണ്. അപ്പം ഈ ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്ത ഭാഗത്തൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഇത്തരം ബ്ലോക്കുള്ളാവുന്ന സാഹചര്യത്തിൽ നമ്മൾ ലിമിറ്റഡ് ബസ്സുകാരൊക്കെ ഈ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇതിലെ ബൈക്കിന് സുഗമമായിട്ട് പയ്യോളി ഭാഗം വരെ എത്താൻ പറ്റും, കാറിനും അത്യാവശ്യം എത്താൻ പറ്റും, ബസ്സിനും എത്താൻ കഴിയുമെന്ന് നമ്മളിപ്പോൾ ഒരു ലിമിറ്റഡ് ബസ് തെളിയിച്ചു. അപ്പോൾ അത്തരത്തിലാണുള്ളത്. ഇപ്പോൾ റോഡ് സത്യത്തിൽ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ ഇതേപോലെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് അതിലെയൊക്കെ കയറി പോകുന്നത്. വേറെ വഴിയില്ല. പിന്നെ അവരെ കുറ്റം അധികമൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ റോഡിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ദിവസം 5 ട്രിപ്പ് അല്ലെ 6 ട്രിപ്പ് എന്നുള്ളത് അത് 4 ട്രിപ്പും 3 ട്രിപ്പിലൊക്കെ ഒതുങ്ങിപ്പോകുന്ന ട്രാഫിക് ബ്ലോക്ക് കുറേ കാലമായി 2-3 വർഷം 4 വർഷമൊക്കെ ആയി നിരന്തരം ദേശീയപാതയിലെ കുണ്ടുകളും ട്രാഫിക് ബ്ലോക്കുകളും ഇങ്ങനെ സഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്ര നിവൃത്തികെട്ട സമയത്ത് ചില അവസരങ്ങളിൽ ഈ ലിമിറ്റഡ് ബസ്സുകാർ ഇതേപോലെ കയറിപ്പോകും. അപ്പോൾ കഴിഞ്ഞ വടകരയിലുള്ള മീറ്റിങ്ങിന് ശേഷം പയ്യോളിയിലൊക്കെ ചെറിയൊരു അനക്കം നടന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മളിപ്പോൾ ഒരു അയിനിക്കാട് ആ ഭാഗത്ത് കണ്ടില്ലേ 4 ഗേഡറുകളൊക്കെ എക്സ്പാൻഡഡ് ബീമുകളൊക്കെ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യോളിയിൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മീറ്റിങ്ങുകളുടെ ഒരു പ്രത്യാഘാതം അല്ല അതിൻ്റെ അനന്തര ഫലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വർക്ക് കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു പക്ഷേ പറയാൻ കഴിയും. ആ ഫാസ്റ്റ് തുടർന്ന് പോയാൽ മതി. ഇപ്പോൾ സത്യത്തിൽ ഈ പയ്യോളി മൂരാട് നിന്ന് പയ്യോളി വരെ യാത്ര ചെയ്യാൻ 6 വരിയിലൂടെ യാത്ര ചെയ്യാനുള്ള ഏക തടസ്സം നമ്മൾ അയിനിക്കാട് ഭാഗത്തുള്ള ഒരു അണ്ടർ പാസേജ്. ഇവിടെ പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിൻ്റെ HP പെട്രോൾ പമ്പിൻ്റെ ഷീറ്റ് എന്തുകൊണ്ടാണ് ഇപ്പോഴും സർവീസ് റോഡിൽ തന്നെ കയറിയിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പം ഈ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാത 6 വരിയിലൂടെ യാത്ര ചെയ്യാൻ ഏക തടസ്സമൊന്നും അയിനിക്കാടുള്ള ആ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക്, പിന്നെ അതേപോലെ തന്നെ പയ്യോളി ടൗണിലുള്ള ഫ്ലൈ ഓവറിൻ്റെ ഈ 2 വർക്കും കഴിഞ്ഞാൽ ഏകദേശം പല ഭാഗങ്ങളിലും നമ്മൾ 6 വരിയുടെ വർക്കൊക്കെ കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പയ്യോളി ഭാഗത്ത് എത്താറായി. പയ്യോളി ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡൊക്കെ ഒന്ന് റീസെൻ്റ്ലി താറ് ചെയ്തിട്ടുണ്ട്. അതാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ റൈറ്റ് സൈഡിൽ കാര്യമായിട്ട് താറൊന്നും ചെയ്തിട്ടില്ല. അത് താറ് ചെയ്യാനുള്ള പ്രവർത്തനമാണ് ബാക്കിയുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ കുറച്ചൊക്കെ മണ്ണ് അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വാഗാട് ശ്രമിക്കുകയാണെങ്കിൽ സത്യം പറയാൻ ഉച്ചപ്പണിയേ ഉള്ളൂ ഇവിടെയുള്ള ഭാഗത്തുള്ള ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ബാക്കി കൂടി കംപ്ലീറ്റ് ആക്കാൻ. വാഗാടൊന്ന് മനസ്സ് വെച്ചാൽ ഈ മണ്ണടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ താറിങ് ചെയ്യാനുള്ള കുറച്ച് ഭാഗത്ത് ഇനി മണ്ണടിക്കാൻ ബാക്കിയുള്ളൂ. താറിങ് ചെയ്താൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറിൻ്റെ മുകളിലും ഏതാനും ചില ഗേഡറുകൾ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. കുറേ അതേപോലെ 10-12 ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങും. ഒരാഴ്ച കൊണ്ട് സത്യത്തിൽ നമ്മൾ ഈ ഒരു പയ്യോളി ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ആകാനുള്ള അത്രയേ വർക്കേ ഉള്ളൂ. പക്ഷേങ്കിൽ എന്തുകൊണ്ടെന്നറിയില്ല വാഗാട് കുറച്ചുകൂടി ഫാസ്റ്റ് ആവേണ്ടിയിരിക്കുന്നു. അപ്പോൾ പയ്യോളി ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഈ ഭാഗത്താണിപ്പോൾ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 24 എക്സ്പാൻഡഡ് ബീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 12 ബീമുകൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു, എക്സ്പാൻഡഡ് ബീമുകൾ. ഇനി അടുത്ത 24 ബീമുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ആ കാണുന്ന 4 പില്ലറിൻ്റെ മുകളിലായിട്ട് ഈ കാണുന്ന ഗേഡറുകളാണ് റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത്
ഒരു 8 ഗേഡർ കൂടി ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 12 ഗേഡർ, അങ്ങനെ ടോട്ടൽ 20 ഗേഡറാണ് തോന്നുന്നു. 1 2 3 3 6 യെസ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ പയ്യോളി ഭാഗത്തുള്ള കാഴ്ച. പിന്നെ ഇതേപോലെ ഈ ഭാഗത്ത് അത് കഴിഞ്ഞ് ആ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ കുറച്ചുകൂടി മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളുകൾ സ്ഥാപിക്കാണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിലൊക്കെ സർവീസ് റോഡൊക്കെ വളരെ മോശമാണ്. ആ സർവീസ് റോഡിൻ്റെ ടാറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഇതാണ് പയ്യോളി ഭാഗത്തു നിന്നുള്ള കാഴ്ച. അപ്പോൾ വീഡിയോയിൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ കൂടുതൽ ലൈക്ക് കമൻ്റ് ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് വീഡിയോസിന് കൂടുതൽ റീച്ച് വരിക. അപ്പോൾ അങ്ങനെ കൂടുതൽ റീച്ച് വരുമ്പോഴാണ് കൂടുതൽ സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പം നല്ല രീതിയിൽ നിങ്ങളെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചു നീട്ടാതെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പയ്യോകത്ത് റൗണ്ട് അബൌട്ട് പോലെ ഒരു യൂ ടേൺ അതുപോലെ ഒരു സംവിധാനം ഇപ്പം റീസെൻ്റ്ലി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.